പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അതിനായി ഞാൻ ആഗ്രഹിച്ചെടുത്ത ഒരു വചനം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പ്രിയ ദൈവജനമേ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അവിടെ എടുത്തു പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നാം എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഉള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ്. നാം ആരാധിക്കുമ്പോൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും നാം വിശുദ്ധിയിൽ ആരാധിക്കണം. നമ്മുടെ ആരാധന ജീവനുള്ള ആരാധനയായിരിക്കണം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരവും ആത്മാവും നാം ജീവനുള്ള ആരാധനയായി ദൈവസന്നിധിയിൽ ആരാധിക്കണം. നാം വിശുദ്ധിയോടെ ആരാധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനാക്കിയാൽ നാമും വിശുദ്ധരായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ദൈവത്തിന് പ്രസാദമായി നാം ദൈവത്തെ ആരാധിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും നാം വിശ്വസിക്കേണ്ടതല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നാം വിശുദ്ധരായി ദൈവത്തെ ആരാധിക്കണം. 2-ാം വചനം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. നാം ഈ ലോകത്തിന് അനുരൂപമാകരുത്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ പോക്ക് ഈ വഷളത്വം നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ ഈ ലോകമാണ്. നാം ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു പ്രമാണമുണ്ട്. എങ്ങനെയും ജീവിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നാം ജീവിക്കാൻ ദൈവമക്കൾക്ക് ഒരു രീതിയിലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കൾ ജീവിക്കേണ്ടത് അതിന് പ്രമാണമുണ്ട്, അതിന് വ്യവസ്ഥയുണ്ട്. അതും പ്രകാരം മാത്രമേ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപമായി നാം പോകരുത്. നന്മയും പ്രസാദവും നാം നന്മ എന്തെന്ന് മനസ്സിലാക്കി, പ്രസാദം എന്താണെന്ന് മനസ്സിലാക്കി നാം ജീവിക്കണം. ആ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നാം ഓരോ ദിവസവും ദൈവത്തോടെ നാം ചോദിക്കണം. കർത്താവേ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് കർത്താവിൻ്റെ ഹിതം എന്തെന്ന് നാം ദൈവത്തോട് ചോദിച്ച് ഓരോ ദിവസം ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നാം ജീവിക്കണം. ഈ ലോകത്തിന് ആകാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ഹിതം നാം മനസ്സിലാക്കി ഓരോ ദിവസം ജീവിക്കണം. എന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടരുത്. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ട പോലെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തെ കഠിനപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരരുത്. നമ്മുടെ മനസ്സിനെ നാം പുതുക്കണം. ഓരോ ദിവസവും നാം പുതുക്കി രൂപാന്തരപ്പെടണം. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തിരുവചനം പറയുന്നുണ്ട്, ഓരോ ദിവസം നാം തന്നെ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നമ്മെ തന്നെ പരീക്ഷിപ്പീൻ, നമ്മെ തന്നെ ശോധന ചെയ്യുകയും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ പുതുക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കണം. ഈ ലോകത്തിനൊന്നും അനുരൂപമായി പോകാതെ ദൈവഹിതത്തെ മനസ്സിലാക്കി
നമ്മുടെ മനസ്സിനെ പുതുക്കി ഓരോ ദിവസവും പുതുക്കമുള്ള മനസ്സോടുകൂടി പുതുക്കമുള്ള ഒരു ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആരാധിക്കണം, ദൈവത്തെ അറിയണം. നാം ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകരുത്. ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിലെ ദുഷ്ടത തേടി നാം പോകരുത്. നാം മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കി മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പുതുക്കി ദൈവഹിതത്തെ മനസ്സിലാക്കി ഓരോ ദിവസം നാം ജീവിക്കണം. എങ്കിൽ മാത്രമേ നാം ആ നിത്യത നമുക്ക് വേണ്ടി കിട്ടുകയുള്ളൂ. നാം വിശ്വാസികളാകുമ്പോൾ, ദൈവമക്കളാകുമ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. നമുക്ക് ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ഓരോ ദിവസം ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായും താഴ്ത്തി സമർപ്പിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നു, കർത്താവിനോട് അഹിതം ചോദിച്ച് നമ്മുടെ മനസ്സിനെ പുതുക്കി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.